ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇതിപ്പോൾ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോയാണ്. ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ തോന്നിയതെന്നല്ല, ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. റെക്കോർഡൊക്കെ ചെയ്യേണ്ടേ, റെക്കോർഡ് ചെയ്യാൻ കുറച്ച് നേരം പിടിക്കും. എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കിൻ്റെ ഇടയിലായിരിക്കുമ്പോൾ പിന്നെ അത് മടിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെക്കോർഡ് ചെയ്ത് പരിചയം തുടക്കത്തിലായതുകൊണ്ട് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് മടിക്കും. പിന്നീടാകട്ടെ എന്ന് വിചാരിക്കും. അതാ പോകുന്നു, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന കുറച്ച് ഗ്യാങ്ങിനെ കണ്ടില്ലേ, അത് മറ്റേ കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നില്ല, ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷേ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതിപ്പോൾ ലുലു മാളാണ്. ഈ 50% ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാനായിട്ട് പോയതല്ല, വെറുതെ ഒന്ന് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പോയപ്പോൾ ലുലു മാൾ കുറച്ച് നേരം ഒന്ന് കറങ്ങി അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഇതൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുന്നത് തന്നെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ്. ഇതൊക്കെ കാണുന്നത് പ്രത്യേകതരം ഇഷ്ടമാണ്. ക്യാമറ തൂക്കിക്കൊണ്ട് നടക്കും. പിന്നെ അധികം ആൾക്കാർ തിരക്കും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ അധികം ഈ ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കണതിനൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. സാധാരണ എവിടെയെങ്കിലും പോയി ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ തൂക്കി നടക്കുമ്പോഴത്തുള്ളൊരു മടിയെന്ന് വെച്ചാൽ നോക്കണ്ട, ഭയങ്കര ചമ്മലാണ്. ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരുപാട് ചിന്തിക്കും. ഈ ഞാൻ ക്യാമറയും പിടിച്ചിരുന്ന കാണുന്നവരെന്തായിരിക്കും എന്നെ വിചാരിക്കുക. അതുപോലെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു മാരേജിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്കിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മാരേജ് എന്ന് വെച്ചാൽ സൂപ്പർ മാരേജ് ആയിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി മാരേജ് ആയിരുന്നു. അതിൽ ആങ്കറായിട്ടുണ്ടായിരുന്നത് ആതിര മാധവാണ്. സീരിയൽ നടി ആതിര മാധവയുടെ കുടുംബ വിളക്കിലൊക്കെ ഉണ്ടായിരുന്ന ആതിര മാധവൊക്കെ ആയിരുന്നു അതിൽ ആങ്കറായിട്ടുള്ളത്. നല്ല ഏത് മണ്ഡപമായിരുന്നു, നാലാഞ്ചിറ അത് എന്തോ എനിക്ക് ഓർമ്മ ഇടുന്നില്ല കേട്ടോ. അത് കിരിദീപം അങ്ങനെ എന്തോ ഓഡിറ്റോറിയത്തിലല്ല, അത് കൺവെൻഷൻ ഹാളാണ്, കൺവെൻഷൻ സെൻ്ററാണ്. കിരിദീപം തന്നെന്നാണ് തോന്നുന്നത്. തുടക്കം കിരിയാണ്, കിരിദീപം തന്നെയാണെന്ന് തോന്നുന്നു, ലിറ്റർ കാണുന്നില്ല. അങ്ങനെ അവിടെ വെച്ചായിരുന്നു നല്ല ഫുഡും. അത് വീഡിയോയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ, നല്ല അന്തരീക്ഷവും അവിടുത്തെ ഡെക്കറേഷൻ ഇവൻറ്റും സൂപ്പറായിരുന്നു. പക്ഷേ റിലേറ്റീവിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ക്യാമറയും കൊണ്ട് നടക്കാനുള്ള മടി കൊണ്ട് തീരെ മടിച്ചിട്ടാണ്. ഇത് കണ്ടില്ല, ഇത് നിറയെ ഓഫറിൽ എന്തൊക്കെ സാധനങ്ങൾ കിടക്കുന്നത്. അതും അത് 150 ഹാർപ്പിക്കൊക്കെ 150 രൂപയ്ക്കുള്ളത്. അത് ഞാൻ വില പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടുള്ള എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. 200 സംതിങ്ങിനുള്ളതിനൊക്കെ 50% ഓഫറിൽ കിടക്കണം. പിന്നെ ലുലു മാൾ പോയിട്ടുള്ളവർക്കും അറിയാനും പറ്റുമായിരിക്കുമല്ലോ. ഇത് എല്ലാം നല്ല ഓഫറിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ പാത്രങ്ങൾ, ഇത് റൈസ് കുക്കറാണ്. എന്ത് രസമല്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൈയൊക്കെ പിരിപിരാ വരും എടുക്കാൻ വേണ്ടി. 520 രൂപയ്ക്കുള്ള ബാത്റൂം ക്ലീനറാണോ അങ്ങനെ എന്തൊക്കെയാണ്. 200 സംതിങ് രൂപ. 500 രൂപയ്ക്കുള്ള എല്ലാം 200 സംതിങ്ങിനാണ്. 300 രൂപയ്ക്കുള്ളൊക്കെയുള്ള 150 രൂപ, 150% ഓഫർ ആകുമ്പോൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നതാണല്ലോ. ഇപ്പോൾ ആ ഓഫർ തീർന്നതാണ് തോന്നുന്നത്. ഇത് എന്തോ ഒരു സമയം, അതിൻ്റെയൊക്കെ ഒരു സമയമൊക്കെ ആകുമ്പോൾ അവർ ഓഫറിനനുസരിച്ച് ഇടുന്നതല്ലേ. അങ്ങനെ ഇതിപ്പോൾ 1049 രൂപയ്ക്കുള്ള 600 സംതിങ് രൂപയ്ക്ക് ഇപ്പോൾ പേന കാണുന്നു തോന്നുന്നു. പേനെന്ന് വെച്ചാൽ തലയിലെ പേനല്ല കേട്ടോ, ഇത് ദോശയൊക്കെ ചുടുന്ന പേന. അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെ എന്തൊക്കെ പറഞ്ഞിടണം, എന്തൊക്കെ ഓഫറായിട്ട് ആ സമയം കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ ഇതൊരു പിടുത്തമായിരുന്നു. ഇതൊക്കെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. എന്ത് ഭംഗിയുള്ള വാട്ടർ ബോട്ടിലല്ലേ, കൊള്ളാം. ഞാൻ മക്കൾക്ക് സ്കൂളിലുള്ള സമയത്തൊക്കെ ഇതൊക്കെ നല്ല 79 രൂപയ്ക്കുള്ള 49 രൂപയ്ക്ക്. കൊള്ളാമല്ലോ. ഇത് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളായിരുന്നാലും കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സൊക്കെയാണ്. മക്കൾക്ക് സ്കൂൾ തുറക്കുന്ന സമയമൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഓഫർ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരമെങ്കിലും ഉണ്ടാവുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നോ എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ മറ്റേ പോലീസ് ക്യാമ്പിൽ, തക്കാടുള്ള പോലീസ് ക്യാമ്പിൽ അവിടെ പോയി വാങ്ങിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫറുണ്ട്. നല്ല പാത്രം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പുട്ടുകുറ്റി, ചട്ടി, എന്തൊക്കെ ഐറ്റങ്ങളല്ലേ. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് പാത്രങ്ങൾ എത്ര കണ്ടാലും 1390 രൂപയ്ക്കുള്ളത് 1390 രൂപയ്ക്കുള്ളത് 690 സംതിങ് ആണ്. എന്തല്ലേ പാത്രത്തിനൊക്കെ എന്താ വില കുറവ്. 50% ഓഫറായതുകൊണ്ടാണ്. പക്ഷേ 50% ഓഫറിൽ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉപയോഗിക്കണം. വീട്ടു സാധനങ്ങൾ ഇപ്പം എണ്ണയാണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മുളക് പൊടി എന്തായാലും മുഴുവൻ വാങ്ങിക്കാൻ പോകണ്ട. വാങ്ങിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. എണ്ണ, അരിപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ സംഭവം ആ സാധനങ്ങളൊക്കെ നമുക്ക് 50% വിലക്കുറവിൽ കിട്ടിയാലും ഓക്കെയാണ്.
പക്ഷേ ഈ പാത്രങ്ങൾക്ക് 50% വിലക്കുറവിൽ കിട്ടിയത് കൊള്ളായിരിക്കുമോ? അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ 50% ഇതിൽ ഓഫറിൽ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. മുന്നേ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കുറേ പാത്രങ്ങൾ കൊണ്ട് ഇതുപോലത്തെ പേനും ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഒരാൾക്കാർ വന്നിരുന്നു. ഏതോ കമ്പനി തകരാറിലായി അവർക്ക് 50% വിലക്കുറവിൽ ഇതുപോലെ തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഇതുപോലെ പറ്റിപ്പ് പണി വേറെ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു പ്രാവശ്യം ദോശയും ഒരു പേനും ഒരു ദോശച്ചട്ടിയും, പേനെന്ന് വെച്ചാൽ ദോശ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പേനും പിന്നെ വേറൊരു നമ്മളെ ഈ പോട്ടുണ്ടല്ലോ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോട്ടും, അതുപോലത്തെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായപാത്രം 3 കൂടെ 650 രൂപയ്ക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ 50% വിലക്കുറവിലെന്ന് തന്നത്. പക്ഷെ വീട്ടിൽ കൊണ്ട് തന്നെയല്ലേ വാങ്ങിക്കുന്നത്, നമ്മളാണത് സൂക്ഷിക്കേണ്ടത്. പക്ഷെ ആ സമയം ഇത്രയും വില കുറവിൽ കണ്ടപ്പോൾ നല്ല നല്ല സൂപ്പറായിട്ടിരുന്നു. വാങ്ങിച്ചപ്പോഴേക്കോ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ മൊത്തത്തിൽ ഇളകി നാശക്കോട്ടയായി. പിന്നെ അത് അവിടെ വേസ്റ്റ് ബക്കറ്റിൽ തന്നെ ഇടേണ്ട. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ഒരു സൈഡ് ഇളകിയാൽ പോലും പിന്നെ നമ്മൾ അതിനെ പാചകം വയ്ക്കാൻ പാടില്ല. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ 50% വിലക്കുറവിൽ കിട്ടുന്നതൊക്കെ ഓക്കെ ആണോ എന്ന്. ലുലു മാളായതുകൊണ്ട് ഓക്കെ ആയിരിക്കും അല്ലേ? എനിക്കറിയില്ല. ഞാൻ പാത്രം അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ എണ്ണ, തുണി കഴുകുന്ന പൊടിയാകട്ടെ, പച്ചരി മാവാകട്ടെ, പിന്നെന്താ പഞ്ചസാര, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഐറ്റങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ അച്ചാറാണല്ലേ. ലുലു മാളിൽ പോയാൽ പിന്നെ എന്താ കിട്ടാത്ത എല്ലാ ഐറ്റവും കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ഈ 9% ഓഫർ കിടന്നപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും നമ്മുടെ എവിടെയൊക്കെ ലുലു മാളുണ്ട് അവിടെയെല്ലാം ഈ 50% ഓഫർ കാണുമല്ലോ അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഇതുവരെ ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു തുടക്കക്കാരിയാണ്. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ഹൗസ് വൈഫാണ്. എന്നെക്കൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ഫ്രണ്ട്സും ഇനിയും സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.